ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള രണ്ട് അടിപൊളി ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടിയും ഗോതമ്പ് മാവും വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഒന്ന് റീപോസ്റ്റ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഗോതമ്പ് മാവും അരിപ്പൊടിയും വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്ക് രണ്ട് ഈസി ഡ്രിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള ഡ്രിങ്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിന് നേർപകുതി, അതായത് 1/2 കപ്പ് മാവ് മാത്രം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള 1/2 കപ്പ് മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ബൗളിലോട്ട് എടുത്ത 1/2 കപ്പ് മാവിലോട്ട് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ, ലൂസായി പോകരുത്. ഈ ഒരു പരുവം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ബോൾസാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഏത് ഷേപ്പാണെങ്കിലും കുഞ്ഞു ചെറിയ ബോൾസായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഇതുപോലെ നീളത്തിനോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതുപോലെ ഇവിടെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാവ് വേറൊരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ എടുക്കാം. കുഞ്ഞായിട്ട് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മൾ കുഞ്ഞായിട്ട് ഉരുട്ടിയെടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പ് മാവ് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് ഇനി 1 കപ്പ് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മാവിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കട്ട ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു മിക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചില്ല ആ ഒരു പിടി, അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പിടി വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഈ ഒരു ഗോതമ്പിൻ്റെ ആയതുകൊണ്ട് ഒരുപാട് സമയം എടുക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ കുഞ്ഞു പീസായിട്ടല്ലേ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കറക്റ്റ് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു 3-4 ഏലക്ക ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഗോതമ്പ് മാവിൻ്റെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ കൈ എടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 2 കപ്പ് ചെറു ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 200 ഗ്രാം കരിപ്പട്ടി ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കരിപ്പട്ടി ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കരിപ്പട്ടി ചേർക്കുമ്പോഴാണ്. അപ്പോൾ 200 ഗ്രാം നമ്മൾ 1/2 കപ്പ് വെള്ളത്തിലാണ് ഇത് ഉരുക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ വേണ്ട, ഇങ്ങനെ ചേർക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, ആദ്യമേ ചേർത്ത് തിളപ്പിക്കേണ്ട. അപ്പോൾ അത്യാവശ്യം ഈ ഒരു രീതിയിൽ കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കുറുക്കി എടുക്കരുത്, കാരണം ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിലൊന്ന് വറുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിയിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, കാരണം ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞതും തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കട്ടിയാവും. അപ്പോൾ നമ്മൾ കട്ടിയിൽ കുറുക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുടിക്കാൻ പാകത്തിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് കുറുക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഉമ്മമ്മമാരൊക്കെ ചെയ്യുന്ന, നോമ്പ് തുറക്കി ചെയ്യുന്ന സ്പെഷ്യൽ ഡ്രിങ്കാണ്. അതുമാത്രമല്ല ഇതൊരു ഗോതമ്പ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ഹെൽത്തിയും അതുപോലെ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഗോതമ്പിൻ്റെ ടേസ്റ്റൊന്നും അല്ല കേട്ടോ, ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുടിക്കുമ്പോൾ കടിക്കാനും കിട്ടുന്നൊരു പ്രത്യേക ഒരു ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അരിപ്പൊടി വെച്ച് ചെയ്യുന്ന ഡ്രിങ്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ അരിപ്പൊടി വെച്ച് ചെയ്യുന്ന ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിസ്ത ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ള സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇവിടെ വറുത്ത അരിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്ത അരിപ്പൊടി എടുക്കുക. ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത്, 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് വരെ ആവശ്യം വരുള്ളൂ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് കറക്റ്റ് 2.5 കപ്പ് നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ച്, നമുക്ക് സാധാരണ പാലൊക്കെ തിളപ്പിക്കില്ലേ അതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള പാലെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഡ്രിങ്കിന്. ഇപ്പോൾ പാൽ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി പാൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതേ പാത്രത്തിൽ തന്നെ നമ്മൾ നേരത്തെ അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ,
അത് ആ ഒരു കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ കൂടുതൽ മധുരം വേണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ കുറുക്കി വരുമ്പോൾ നമുക്കൊരു 1/4 കപ്പ് പാലും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇവിടെ സാധാരണ ഇപ്പോൾ പശുവും പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതായത് ആ ഒരു അരിപ്പൊടി ഒന്ന് പാലിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ അരിപ്പൊടിയുടെ ആ ഒരു കൂട്ട് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുറുക്കി വെച്ച ആ ഒരു കട്ടിയല്ല, തണുക്കുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ കട്ടിയായി കിട്ടും. ഇനി നമ്മൾ തണുത്തതിന് ശേഷം മാത്രം നമ്മളിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഇവിടെ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലുണ്ടല്ലോ, അത് അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു ക്രീം പോലെ അടിച്ചെടുക്കാം. അതായത് ഒട്ടും തന്നെ തരിതരിപ്പില്ലാതെ നല്ലതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പിസ്ത ഇലാച്ചി മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. എന്ത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഒരു അരിപ്പൊടിയുടെ കൂട്ടിൽ നമുക്ക് ഏത് ഫ്ലേവറും സ്യൂട്ടാവും. കറക്റ്റ് ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അരിപ്പൊടി വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ക്രീമി ആയിട്ടുള്ള നല്ല ഐസ്ക്രീം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ നമ്മുടെ ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മാസം അവസാനം നമ്മൾ ഗീവ് വേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ്. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.